തലസ്ഥാനത്ത് നടന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. 18-കാരൻ കുത്തേറ്റ് മരിച്ചു. രാജാജി നഗർ സ്വദേശി അലനാണ് കൊല ചെയ്യപ്പെട്ടത്. തൈക്കാട് അമ്പലത്തിന് സമീപത്താണ് ഈ കൊലപാതകം നടന്നത്. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്ദുലേഖ രേണു ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഇന്ദു, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. എന്താണ് ഈ കൊലയിലേക്ക് നയിച്ച കാരണം? കൂടുതൽ പ്രതികളുണ്ടോ കേസിൽ? വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. 18 വയസ്സുകാരനായിട്ടുള്ള അലനാണ് കുത്തേറ്റ് മരിക്കുന്നത്. തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. കേസിൽ നിലവിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കണ്ടോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പക്ഷെ ഇയാളുടെ പേരോ വിവരങ്ങളോ ഒന്നും വ്യക്തമല്ല. സംഭവം ഇങ്ങനെയായിരുന്നു. ഇന്ന് വൈകുന്നേരം തൈക്കാട് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ജഗതി കോളനിയിലെ കുട്ടികളും അതുപോലെ തന്നെ മറ്റ് ചെങ്കൽച്ചൂള കോളനിയിലെ കുട്ടികളും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഫുട്ബോൾ കളിക്കിടയിൽ ഒരു വാക്തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിക്കാൻ ഒരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയാണ് അലനെ അവിടേക്ക് കുട്ടികൾ വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം ജഗതിയിലെ കുട്ടികൾ അവരുടെ ഭാഗത്തു നിന്നും മധ്യസ്ഥതയ്ക്ക് വേണ്ടി മറ്റു രണ്ടുപേരെ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നാൽ അലനും ഈ വന്ന രണ്ടുപേരും തമ്മിൽ മുൻവൈരാഗ്യം അല്ലെങ്കിൽ മുൻപ് തർക്കമോ ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു ഉന്തും തള്ളിലേക്കും അതുപോലെ ഒരു കൂട്ടത്തല്ലിലേക്കും കലാശിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് അലന് കുത്തേക്കുന്നത്. അലൻ ശരീരം മുൻപോട്ടാഞ്ഞ് എന്തോ സംസാരിച്ച് കുനിഞ്ഞ സമയത്താണ് ഈ കുത്ത് ഏൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ കറക്റ്റ് നെഞ്ചിന്റെ ഭാഗത്തായിട്ടായിരുന്നു കുത്തുകൊണ്ടത്. മൂർച്ചയേറിയ കത്തി ഹൃദയഭാഗത്തേക്ക് കുത്തി ഇറങ്ങുകയായിരുന്നു. ഉടനടി തന്നെ അലൻ മരിക്കുകയായിരുന്നു. അലന്റെ ശരീരത്തിൽ മറ്റു മുറിപ്പാടുകളൊന്നുമില്ല, ഒറ്റ മുറിപ്പാട് മാത്രമാണുള്ളത്. നിലവിൽ അലന്റെ മൃതദേഹമുള്ളത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ്. നാളെ രാവിലെ ആയിരിക്കും മറ്റു നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും മറ്റു ചടങ്ങുകൾ ഉണ്ടാകുക. ഉമ്മൈബാൻ. ഓക്കെ എന്തു, എന്തായാലും വല്ലാത്ത ദുഃഖം തോന്നുന്നു. കാരണം വാക്കുതർക്കം പരിഹരിക്കാനെത്തിയ ഒടുവിൽ ജീവൻ തന്നെ നൽകേണ്ടി വന്നു അലന്. മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിൽ നയിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇന്ദുലേഖ രേണു പങ്കുവച്ചത്.